അങ്ങനെ കൗമുലെ കുട്ടിയും വിജയിച്ചിരിക്കുന്നു. അവസാനം രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നെറികെട്ട വൃത്തികെട്ട തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചീഞ്ഞളിഞ്ഞ് പരാജയപ്പെട്ടു പോകുന്ന ശീലം ഇടതുപക്ഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൗമുലക്കുട്ടി എന്ന് പറയുന്ന പ്രയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണവും. അങ്ങനെ അവസാനം അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സീറ്റിൽ ഫാത്തിമ താഹിലിയ LDF അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുമ്പോൾ കാണുന്നത്. ഇത് കുറച്ച് മുമ്പ് എടുത്ത് കഴിഞ്ഞാൽ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഫർ സ്ക്രീൻഷോട്ട് നമ്മൾ കാണുന്നതാണ്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും മാഷാല്ല സ്റ്റിക്കർ പോലെ TP ചന്ദ്രശേഖരൻ്റെ വധം ഇന്ന് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 14-ാം വർഷം കൂടിയാണ്. അപ്പോൾ ആ 14 വർഷം പിന്നിലേക്ക് പോകുമ്പോൾ ഒരു മാഷാല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും വർഗീയതയുടെ പലതരത്തിലുള്ള നെറികെട്ട പ്രയോഗങ്ങൾ കാണിച്ച് അവ പരാജയപ്പെട്ടു പോകുന്നത് ആവർത്തിച്ച് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിപ്പം പേരാമ്പ്ര എന്നുള്ള ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്നുള്ള രൂപത്തിൽ പറയുന്ന ഒരു മണ്ഡലം ഇപ്പം പോയി. അതേപോലെ തന്നെയാണ് തൊട്ടു മുമ്പ് വടകര വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെട്ട എന്തായാലും ടീച്ചർ ജയിക്കും എന്ന രൂപത്തിൽ അവർ കണ്ടിരുന്ന ഒരു അന്ന് ടീച്ചറമ്മയുടെ ഓളം പോയിട്ടില്ല. ടീച്ചറമ്മയുടെ ഓളത്തിൽ ശൈലജ ടീച്ചർ നിൽക്കുന്ന സമയമാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ടവറിംഗ് ലീഡറായിട്ട് CPM-ന്റെ ഉള്ളിൽ ഉള്ള ലീഡറായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നീടാണ് അത് കുറഞ്ഞു പോയേക്കാണ് ഷാഫി പറമ്പിൽ വരുന്നത്. ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന ഷാഫി പറമ്പിൽ അല്ലാതെ പാലക്കാട് മാത്രം ഒതുങ്ങിയിരുന്ന, പാലക്കാട്ടിലെ ഇലക്ഷൻ കൊണ്ട് മാത്രം ഒരു പേരെടുത്ത് പറഞ്ഞിരുന്ന മെട്രോമാനെ തോൽപ്പിച്ചു എന്തുകൊണ്ട് മാത്രം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതും ഈവൻ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെങ്ങാ വളർന്നു വരുമോ എന്ന് പേടിച്ചിട്ടാണ് വടകരയിലേക്ക് കൊണ്ടുപോയിരുന്നത്, തോൽക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നത് ഷാഫി പറമ്പിൽ. ഇന്ന് നമ്മൾ കാണുന്ന എല്ലായിടത്തും പോയി ഓളുണ്ടാക്കുന്ന ഷാഫി പറമ്പിലല്ല. അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ അവിടെ വരുന്നു. അവിടെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങുന്നത്. അതായത് ടീച്ചർ ജയിക്കുന്നില്ലോ ആരും വിചാരിച്ചിരിക്കുന്ന, ഷാഫി തോൽക്കുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വലിയ തന്ത്രം കൊണ്ടുവരാണ്. അതെ, വലിയ ബുദ്ധിപരമായ തന്ത്രമാണ്. അതെന്താണ്? കാഫിറായ ടീച്ചറമ്മയെ അല്ലെങ്കിൽ ടീച്ചറിനെ തോൽപ്പിക്കണം എന്ന് എന്ത് ചെയ്യുന്നു, UDF പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ പുതിയൊരു വർഗീയ കാർഡ് ഇറക്കുകയാണ്. അത് ഫേക്ക് സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്ത് ഇലക്ഷന്റെ തലേന്ന് അങ്ങനെ ഒന്ന് ഇറങ്ങുകയാണ്. അത് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ വടകരയിൽ അത്രമേൽ വലിയ ഭൂരിപക്ഷത്തിൽ, ഒരിക്കലും UDF പോലും വിചാരിക്കാത്ത രൂപത്തിൽ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ ഐക്കണായി ഷാഫി മാറുന്നത് വടകരയ്ക്ക് ശേഷം. അതായത് ഈവൻ ഇപ്പം നമുക്ക് മുഖ്യമന്ത്രി ക്ലെയിമുള്ള 3 ലീഡേഴ്സിനെ അറിയാം. അത് ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, VD സതീശനാണ്, അതേപോലെ തന്നെ KC വേണുഗോപാലാണ്. ക്ലെയിമും ഒരുപാട് ഫാൻസൊക്കെ ഉള്ള പ്രവർത്തകരിൽ ഒരുപാട് ആളുകളൊക്കെ സജീവമായിട്ട് പിന്തുണക്കുന്ന 3 ലീഡേഴ്സ്. അതേപോലെ തന്നെ KPCC പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫിനെ അറിയാം. ഇവരിൽ ഈ 4 ആളുകളെയും പ്ലസ് ഷാഫി പറമ്പിലിനെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ക്രൗഡിനെ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന, ക്രൗഡ് പുഷ് ചെയ്യാൻ പറ്റുന്ന ലീഡർ ആരെന്ന് ചോദിച്ചാൽ ഈ 5-ൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലീഡേഴ്സിനെയും ഷാഫി പറമ്പിലിനെ എടുത്താൽ ഈ 3 കൊല്ലം കൊണ്ട് ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തി. ഇവരേക്കാൾ കൂടുതൽ ക്രൗഡ് പുഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ലീഡറായിട്ട് ഷാഫി പറമ്പിൽ മാറി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പ്രത്യേക സ്ട്രാറ്റജി ആയിരുന്നു, ബുദ്ധിപരമായിട്ടുള്ള സ്ട്രാറ്റജി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇത് ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ CPM-മാർ കുറച്ചൊക്കെ കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് എന്തോ ഭയങ്കര സംഭവം ഇറക്കുന്ന വരെയാണ് ഇറക്കുന്നത്. പക്ഷെ ചീറ്റിപ്പോവാണ്. ഇത് ഏതാ ചീറ്റാത്തത്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതാ ചീറ്റിപ്പോവാത്തത്? മാഷാ അല്ലാ സ്റ്റിക്കർ ഇറക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു? ഈ TP-യെ കൊന്നത് ഒരു മുസ്ലിംകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ച് അവസാനം അത് ചീറ്റി അങ്ങേറ്റ അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഇന്നും ആളുകൾ അത് ഓർത്തെടുക്കുന്നു. അത് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത നെഗറ്റീവാണ്. കാഫിർ സ്ക്രീൻഷോട്ട് സെയിം. ഇപ്പോൾ അവസാനം കൗമുലക്കുട്ടി സെയിം. ഇത് നിങ്ങൾ ഇറക്കിയ സ്ഥലത്തൊക്കെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇറക്കുന്നത്? അതായത് ഇപ്പം ഈ മസാല സ്റ്റിക്കർ ഒരു അക്രമമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയക്കാരുടെ നിങ്ങൾ ഇറക്കുന്നത് ഞാൻ ചോദിച്ചാൽ, ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് മുസ്ലിങ്ങളാണ്. അപ്പം മുസ്ലിങ്ങളെ വോട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കൺസോളിഡേറ്റ് ചെയ്യണം. കാരണം അപ്പുറത്ത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റ് ചെയ്യാണ്. ഇവർ എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പുറത്ത് കാഫിർ എന്ന് പറയുന്നു, കൗമുലക്കുട്ടി എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവരുടെ വോട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടണം എന്ന പ്ലാനാണ്. പക്ഷേ ഇവിടെയാണ് ഞാൻ പറയുന്നത്, CPM-ന് കേരളത്തെ റീഡ് ചെയ്യുന്നിടത്ത് കാര്യമായ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. റീസെന്റ് അതെ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നില്ല. പക്ഷേ കേരളത്തെ റീഡ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഈ അടുത്ത് CPM-ന് നല്ല പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ആകണ്ട അപ്പുറത്ത് വർഗീയത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കാർഡൊക്കെ ഇറക്കിയാൽ ഇപ്പുറത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ കൂടി ഒന്നാ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന CPM-ന് വോട്ട് ചെയ്യുന്ന അമ്മാതിരി ഊളകളാണ് കേരളത്തിലുള്ള വോട്ടർമാർ എന്നുള്ള നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റുക. അതാണ് നിങ്ങൾ പാൻ കേരള, നിങ്ങൾ അതേ സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പിന്നെ എന്താ പറയുക, ലീഗിന് 6 മന്ത്രി 7 മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പറയുന്നത് ഇതേ സാധനത്തിന് വേണ്ടിയിട്ടാണ്.
ഇത് ഞാൻ അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ അത് കുഞ്ഞാലിക്കുട്ടിയല്ല ലീഗിനല്ല അല്ല, നിങ്ങൾ കൃത്യമായി ഉദ്ദേശിക്കുന്നത് ഒരു ഒരു സമുദായത്തെ സമുദായത്തെ തന്നെയാണ്. അവർ അധികാരത്തിൽ പെടും അല്ലേ? നിങ്ങൾ മറ്റേ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി അതവിടെ വന്നു, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, ഈ സാധനങ്ങളൊക്കെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ ഇവിടെ ഒരു സമുദായം ഉണ്ട്, ആ മുസ്ലിം സമുദായം അവരെങ്ങാനും അധികാരത്തിൽ വന്നാൽ നിങ്ങൾ തീർന്നു പോകട്ടോ എന്ന് പേടിപ്പിച്ച് കണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനാണ്. അത് പിന്നെ പേരാമ്പ്രയിലും അടപടലം അത് പിന്നെ പൊട്ടിപ്പോയി, കേരളത്തിലും അത് പൊട്ടിപ്പോയ അവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് CPM മനസ്സിലാക്കുക, ഇതൊക്കെ ചിലപ്പം ഈ പറഞ്ഞ വല്ല പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും, ഇങ്ങനെ വല്ല സ്ക്രീൻഷോട്ടൊക്കെ ഇറക്കിയിട്ട് ഒരു ബോധമില്ലാത്ത വോട്ടർമാരൊക്കെ പോയിട്ട് അതായത് ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ട്രാറ്റജിയാണ് പലപ്പോഴും BJP ഇവിടെ ശ്രമിക്കാറുള്ളത്. അത് കണ്ടിട്ട് അതിനെന്തോ എഫക്റ്റ് ഉണ്ട് തെറ്റിദ്ധരിച്ചിട്ട് CPM പോലെ കേരളത്തിൽ ഇത്രയും കാഡർ സിസ്റ്റമുള്ള, ഇത്രയും ഡെപ്തിലേക്ക് താഴേക്ക് ശാഖകളുള്ള ഒരു പാർട്ടി അങ്ങനെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലോ, അപ്പോൾ ആ ബെനിഫിറ്റ് ഞങ്ങൾ കിട്ടാതെ ആയാലോ, അപ്പോൾ ഞങ്ങളും എന്ത് ചെയ്യുക, അതെന്തോ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് CPM പോലത്തെ ഒരു പാർട്ടി എങ്ങനെ പോവുക? അത് ഒന്നിലധികം തവണ പരാജയപ്പെട്ട് കണ്ടിട്ടും ഈ മാഷാള്ള സ്റ്റിക്കർ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടായത്? നിങ്ങൾ ഓക്കെ, നിങ്ങളെ കേസിൻ്റെ വിഷയത്തിൽ ഒതുക്കി തീർത്തുള്ളത് വേറെ കാര്യം, അതിന് മാഷാള്ള സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ലല്ലോ. അന്ന് ആരെങ്കിലും വിശ്വസിച്ചോ TP കൊന്നത് മുസ്ലിങ്ങളാണെന്നുള്ളത്? ഇന്ന് TPയുടെ ഭാര്യ KK രമ ഈ 14 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ഇതേ ദിവസം വിജയിച്ച് വീണ്ടും ഒരു തവണ കൂടെ നിയമസഭയിലേക്ക് എത്തുന്ന ഈ ദിവസം എത്ര മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര മുസ്ലിങ്ങൾ അവരുടെ കൂടെ പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും? ആരെങ്കിലും മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയോ? ഏതെങ്കിലും നിലക്കവിടെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ TP ഒപ്പം നിൽക്കുന്ന വേറെ ഏതെങ്കിലും മതസ്ഥരോ ഹൈന്ദവരോ എന്തെങ്കിലും തരത്തിലുള്ള പോളറൈസേഷൻ സംഭവിച്ചോ? സംഭവിക്കുന്നില്ല. മാത്രമല്ല ഫാത്തിമ തഹ്ലിയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് നേടിയിട്ട് അങ്ങനെ സംഭവിക്കോ? ഇല്ലല്ലോ. വടകരയും പേരാമ്പ്രയും സംഭവിക്കില്ല. അങ്ങനെ CPM അതാണ് പ്ലാൻ ചെയ്തത്. ഫാത്തിമക്കും ഷാഫിക്കും ഒക്കെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പിന്നെ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും അവർ നോക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളെക്കാൾ ഇവിടെ മറ്റ് മുസ്ലിങ്ങൾ അല്ലാത്തവരെയാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. അവരെന്ത് ചെയ്തു? അവർ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം കേട്ടാൽ അപ്പം തന്നെ പോയിട്ട് ഓപ്പോസിറ്റിന് വോട്ട് ചെയ്യും എന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവർ പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കായിരിക്കും, BJPക്കായിരിക്കും. അതാണ് നിങ്ങളെ സെലക്ട് ചെയ്യാം ഒരാൾ വിചാരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരു മൃദു ഹിന്ദുത്വ ലൈനോ അല്ലെങ്കിൽ മൃദു വർഗീയതയും മറുഭാഗത്ത് നല്ല വർഗീയത ഉണ്ടാകുമ്പോൾ വർഗീയത മനസ്സിലുള്ള ആൾക്കാർക്ക് നല്ല വർഗീയതക്കാണ് വോട്ട് ചെയ്യുക. അതായത് ഒരാൾ വിചാരിക്കുകയാണ് ഇപ്പോൾ കൗമിലെ കുട്ടിയാണ് പ്രചരണം, കൗമിലെ കുട്ടിയാണെങ്കിൽ ഇതായിരുന്നു, മുസ്ലിങ്ങൾ ഒരുപാട് ഇന്ത്യയിൽ ചർച്ച നടക്കുന്നുണ്ട്, ഫാത്തിമ തഹ്ലിയ കൗമിലെ കുട്ടിയാണ്, അപ്പോൾ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം, നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന പ്രചരണം നടക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു. അതും അബദ്ധത്തിൽ വന്നു പോയതല്ല കേട്ടോ. കാഫർ സ്ക്രീൻഷോട്ട് ആരോ പ്രചരിപ്പിച്ചാന്ന് പറഞ്ഞ്, ആരോ പ്രചരിപ്പിക്കണമെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണം, അത് പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ അബദ്ധത്തിൽ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ, നാക്കുപിഴ പോലെ സംഭവിക്കുന്നതാണല്ലോ. സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്തിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കൽ ഒരിക്കലും അബദ്ധമല്ല. മാഷാള്ള സ്റ്റിക്കർ ആണെങ്കിലും കാഫർ സ്ക്രീൻഷോട്ട് ആണെങ്കിലും കൗമിലെ കുട്ടി ഒന്നും അബദ്ധമല്ല. കൗമിലെ കുട്ടി തീരെ അബദ്ധമല്ല. കാരണം റെക്കോർഡ് ചെയ്ത സ്പീച്ച് ബോക്സിലിട്ടിട്ട് ഓരോ നാട്ടിലും കൊണ്ടുപോയി വാഹനത്തിൽ കേൾപ്പിക്കുന്നതാണ് ഇവരുടെ രീതി, ഈ പ്രത്യേക പ്രചരണ രീതി. ആ പ്രചരണ രീതിയിൽ അവിടെ ഇട്ട വോയിസിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, കൗമിലക്കുട്ടി പ്രയോഗം വരുന്നത്. അഥവാ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, റെക്കോർഡ് ചെയ്യുമ്പോൾ, ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ട് നോക്കുമ്പോൾ, ഇത് പ്രചരണത്തിനായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ, ഓരോ സ്ഥലത്തും പ്രവർത്തകർ കേൾക്കുമ്പോൾ 100, 1000, 10,000 കണക്കിന് ആളുകളിലൂടെ ഇത് കടന്നുപോയി ഒരാൾക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അബദ്ധമല്ല, കരുതി കൂട്ടി നിശ്ചയിച്ച് തീരുമാനം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ നിശ്ചയിച്ച് തീരുമാനം ചെയ്യുന്ന സമയത്ത് ഈ തരത്തിലൊരു ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ വിശ്വസിച്ചെന്ന് സംഭവിക്കുക. കുറച്ച് ആൾക്കാർ വിശ്വസിച്ചു, കൗമിലക്കുട്ടി ഇവരുടെ സമുദായത്തിനെന്തോ, മുസ്ലിങ്ങളെന്തോ അവരുടെ സമുദായത്തിനായിട്ട് എന്തോ നേടാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ CPM വോട്ട് ചെയ്ത് കളയാം എന്നാണോ വിചാരിക്കുക? ഇതന്നെയാണല്ലോ BJP കുറേ കാലമായിട്ട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കാര്യമാണല്ലേ. ഇത്രയും കാലം മതനിരപേക്ഷത പറഞ്ഞു തന്ന CPM പോലും ഇപ്പോൾ അത് അംഗീകരിക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ BJP പറയുന്നത് ശരിയാണ്. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ CPM എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഇത് ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന, എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇത് പ്രാക്ടിക്കലായിട്ട് മുസ്ലിങ്ങളെ കൊന്നുപോലും ചെയ്തുകൊണ്ടിരിക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്ത് തെളിയിച്ച ആളുകൾ അവിടെ അല്ലേ, അവർക്ക് വോട്ട് ചെയ്താൽ പോരെ? എന്തിനവർ നിങ്ങളെ ചൂസ് ചെയ്യണം? നിങ്ങളെ ചൂസ് ചെയ്യണം? മുസ്ലിങ്ങൾ ഒഴിവാക്കാൻ, മുസ്ലിങ്ങളുടെ എന്താ പറയുക സാമുദായികമായി എന്തോ നേടിയെടുക്കാനുള്ള പ്രത്യേക ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിങ്ങളെ തടയാൻ നിങ്ങൾക്കാണോ പറ്റുക? ഏറ്റവും നന്നായിട്ട് പറ്റുന്നുള്ള കമ്മ്യൂണിക്കേഷനുകളാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ തെളിയിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എവിടെയും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തെളിയിച്ച ആളുകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഗുജറാത്ത് തെളിയിച്ച ആളുകൾ കിടക്കുന്നുണ്ട്, UPയിൽ തെളിയിച്ച ആളുകൾ കിടക്കുന്നുണ്ട്, അസമിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, മധ്യപ്രദേശ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന ആൾക്കാരല്ലേ ചൂസ് ചെയ്യുക? നിങ്ങൾക്ക് എന്താ അവകാശമാണ് ക്ലെയിം ഏറ്റെടുക്കാനുള്ളത്? മുസ്ലിം വിരുദ്ധത കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടില്ല. നിങ്ങൾക്ക് ഉപകാരം കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ജനങ്ങൾ നോക്കുമ്പോൾ, അതായത് ശരി, നിങ്ങളുടെ പ്രചരണം ഉൾക്കൊണ്ട ഒരു മുസ്ലിം വിരുദ്ധത ഉൾക്കൊണ്ട ഒരാൾ,
അയാൾ നോക്കുമ്പം ഈ മുസ്ലിം വിരുദ്ധത ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്ന CPM നന്നായി അത് പ്രാവർത്തിയാക്കി വംശഹത്യ വരെ ചെയ്ത BJP അവിടെ BJP നിൽക്കുമ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ 2000 ആൾക്കാരെ ഒറ്റയടിക്ക് കൊന്ന BJPക്ക് എല്ലാം അവർ വോട്ട് ചെയ്യുക. കാരണം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഉള്ളിലുള്ളത് മുസ്ലിം വിരുദ്ധതയാണ്. Yes. അപ്പോൾ അത് നന്നായി ചെയ്ത BJPയും ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന CPM അപ്പം നന്നായി ചെയ്തവർക്കല്ല വോട്ട് പോവുക. അപ്പം അതുകൊണ്ട് ഇത് CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പാളിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കേരള ജനതയെ റീഡ് ചെയ്യുന്നിടത്താണ് ആ പാളൽ പറ്റിയത്. അതെന്താ വെച്ചാൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന മാതിരിയുള്ള ആ പരിപാടി ഇവിടെ നടക്കൂല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഈ പിന്നെ ഗുരുവായൂർ ഒരു ഭാഗത്ത് പച്ച പിന്നെ ഇതിട്ടിട്ട് മുസ്ലിം MLA പേരൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഇനി എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ ഹിന്ദു MLA ഇല്ല എന്നൊക്കെ ഒക്കെ പാളിയില്ലേ. ഇതൊന്നും ഇവിടെ നടക്കൂല. ഇത് BJP പരിശ്രമിച്ച് നടക്കാത്തൊരു സാധനമാണിത്. അവർ അത്രയും ടോപ്പായിട്ട് ഇത് പറഞ്ഞിട്ട് നടക്കുന്നില്ല. നടക്കില്ല, ആരും ബാധിക്കില്ല എന്നല്ല, ആയിരക്കണക്കിന് ആളുകൾ അതൊക്കെ വിശ്വസിച്ച് അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതും പ്രധാനമാണ്. ഇപ്പോൾ 100 പേരെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ ചെയ്തു, 97 ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആയില്ല, അതുകൊണ്ട് ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. പക്ഷെ 3 പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഈ 3 പേരുടെ മനസ്സ് വളരെ വൃത്തികെട്ടതായിട്ടുണ്ട്. അത് ഇലക്ട്രൽ പൊളിറ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും കാണൂല, കണക്കുകളൊന്നും കാണൂല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിലും പോളറൈസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ മനസ്സ് വളരെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണില്ലെങ്കിൽ പോലും അവരുടെ സാമൂഹിക ജീവിതത്തിൽ നിരന്തരം അവരുടെ അയൽവാസികളെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൂടെ പഠിക്കുന്നവരെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരെ സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ BJPയുടെയും നിങ്ങൾക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടായിട്ടില്ല. അതെ BJPക്ക് എന്തെങ്കിലുമൊക്കെ വോട്ട് കൂടുന്നുണ്ടാവും, പക്ഷേ CPMന് അതിനെ കൊണ്ട് രാഷ്ട്രീയ ഗുണമില്ല, സാമൂഹികമായിട്ടുള്ള ഗുണമില്ല. കാരണം വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ഇത് ഈ അൾട്ടിമേറ്റ്ലി UDF ആൻഡ് LDF ഇത് രണ്ടും മതനിരപേക്ഷതയെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങളെ പ്ലാറ്റ്ഫോം. അറിയാതെ നിങ്ങൾ ഈ കളി കളിച്ചാൽ ഇനിയും അബദ്ധത്തിലേക്ക് പോവുള്ളൂ. അതുകൊണ്ട് തിരുത്താനുള്ള സമയമാണ്. നല്ലൊരു ഇടതുപക്ഷ പ്രതിപക്ഷത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഈ രൂപത്തിലല്ലാതെ ഇത് ഇനിയും ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും നയങ്ങളൊക്കെ കണ്ട് ഇനിയും ഈ ഭീതി പടർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പ്രയാസകരമായ അവസ്ഥയിലേക്കായിരിക്കും പോകുക എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. തിരുത്താനുള്ളത് തിരുത്തുക, ഒരു ശരിക്കുള്ളൊരു ഇടതുപക്ഷമായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.